ഇറങ്ങണോ ഇവിടുന്നു? അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? ഉണ്ട്, സാറ് നിർബന്ധിച്ചിട്ടാ. ചുമ്മാതല്ല കോമാളി വേഷം കെട്ടി കൊച്ചുമോള് തെരുവിൽ കാള കളിച്ച് നടക്കുന്നേ. പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ. നാളെയല്ലേ നിനക്ക് ഇന്റർവ്യൂ? ഈ TV കാണുന്ന നേരം കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക്. ഒരു ബഫൂൺ ഷോയും അതിന് കുറെ കാഴ്ചക്കാരും. ഈ പോക്ക് പോയാ ഇവിടെ എന്നെ അമ്മാവനായിട്ടും അംഗീകരിക്കില്ല, അമ്മായിയപ്പനായിട്ടും അംഗീകരിക്കില്ല. കലികാലം. TV കണ്ടുപിടിച്ചവനെ വേണം ആദ്യം കൊല്ലാൻ. മസ്തിക്ക് പാഠശാല. എന്നാ എന്റെ ഷോ വയ്ക്കാതിരുന്നത്? ഓഹോ, പട്ടാളത്തിന്റെ വിലക്കുണ്ടാവും. അതെ, ഞാൻ തന്നെ ഓഫ് ചെയ്തത്. നിന്നെ രാഷ്ട്രം ആദരിക്കുന്ന ചടങ്ങൊന്നുമല്ലല്ലോ TVയിലുണ്ടായിരുന്നത്. കണ്ട അലവലാതി സിവിലിയൻ പിള്ളേരോടൊപ്പം കൂത്താടി നടന്ന് ഓരോരോ കോപ്രായങ്ങളും കാട്ടി മനുഷ്യന്റെ മാനം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു. മെയിൻ സാബിനോട് ഞാൻ എന്നും പറയാറുള്ളതാ, എല്ലാ പ്രൊഫഷനും അതിന്റേതായ അന്തസ്സുണ്ട് അല്ലേ മുത്തശ്ശ? പട്ടാള നിയമം അടിച്ചേൽപ്പിക്കരുത്. എനിക്കിഷ്ടമുള്ള ഒരു ജോലി ഞാൻ ചെയ്യുന്നു. എൻ വഴി താൻ ഈ വഴി. അല്ലെങ്കിലും നിന്റെ ഇഷ്ടം തന്നെ ആയിരുന്നല്ലോ എല്ലാറ്റിലും. എൻട്രൻസ് പാതിയിൽ നിർത്തി. ചേർന്ന കോളേജിലെല്ലാം പ്രശ്നക്കാരി. നിന്റെ അച്ഛനെ പോലെ അന്ന് ഞാനും സാമർത്ഥ്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. രാജലക്ഷ്മി, എന്നെങ്കിലും ഒരു മനസ്സമാധാനം ഇവിടെ എനിക്ക് തന്നിട്ടുണ്ടോ? താൻ തോന്നി. അതെ, താൻ തോന്നി, തന്നിഷ്ടക്കാരി. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടല്ലോ എന്റെ പേരിൽ. നീ അകത്ത് പോ, അല്ലെങ്കിൽ ഞാൻ മിണ്ടിയല്ല കുറ്റം. നീ ഇപ്പൊ ഒന്ന് സംസാരിക്കണ്ട, അകത്ത് പോയേ. രണ്ടെണ്ണത്തിൽ ഒന്ന് ഇങ്ങനെ എന്ത് ചെയ്യാന്? അതിന്റെ സമയം അത്രയ്ക്ക് മോശ. ജോത്സ്യൻ തന്നെ പറഞ്ഞതല്ലേ. സമയദോഷത്തിന്റെ പേരും പറഞ്ഞു വല്യമാമ തന്നെ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. നിഷേധിക്കുന്നില്ല, ഇത്തിരി ശാസനയുടെ കുറവുണ്ട്. ഇപ്പൊ തന്നെ അത് ശരിയാക്കി തരാം. എടി പിങ്കി, പിങ്കി, നീ കുറെ ദിവസമായി തുടങ്ങിയിട്ട്. എവിടെ അവള്? നിന്നെ ഞാൻ ഇന്നും. പിങ്കി, സുഖല്ലേ? എന്റെ മാല എവിടെ? കേട്ടില്ലേ കോട്ടയത്തിന് കോട്ടപ്പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെങ്കടിക്കാൻ പോയി. മാല കേട്ട് വന്നു, കോട്ട വാങ്ങി വന്നു. മാല വേണോ കോട്ട വേണോ? രണ്ടും. ആദ്യം കോട്ട പിന്നെ മാല. ഓക്കേ. ഈ പട്ടാളവും കലയും തമ്മിൽ ചേരില്ല മുത്തശ്ശ. കണ്ടില്ലേ, ഇതൊക്കെ കലാരംഗത്ത് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാ. വേണേ കൊണ്ട് ഒരു കല പോലും പട്ടാളം രാജലക്ഷ്മിയുടെ ജീവിതത്തിലുണ്ടോ? അസൂയ, പെരുന്തച്ചൻ സിൻഡ്രം. നീ എടുത്തൊഴിക്കടി. കപ്പ് നിറഞ്ഞില്ലേട്ടാ. ഇത്തിരി നിറഞ്ഞ മതിട്ടോ. വെള്ളം അധികം വേണ്ട, വെള്ളത്തിന്റെ കുത്തിനിക്ക് പിടിക്കില്ലേ. മതി മതി. മോളെ ഇങ്ങോട്ട് വന്നേ. നീ നിന്നോട് പല പ്രാവശ്യവും ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിനക്കെന്താ ഇങ്ങനെ ഒരു ക്ഷീണം? അല്ല, ദേ ഈ നിധിവേടത്തിന്റെ താക്കോല് ഇനിയെങ്കിലും എന്നെ ഏൽപ്പിച്ച നിനക്കെന്താ ഒരു പ്രശ്നം? പിന്നെ എനിക്കെന്താ ഇവിടെ ഒരു പിടിവള്ളി? അത് ശരി, എന്റെ വീക്ക്നെസ് വെച്ച് തന്നെ നിനക്ക് കാര്യം നടത്തണം അല്ലേടി കാന്താരി? നിനക്കൊരു ക്ഷീണമില്ല. കുടിക്കാൻ വരട്ടെ? അല്ല മുത്തശ്ശ, ഡയബറ്റീസ് വേണ്ട. പിന്നെ കൊളസ്ട്രോൾ കിട്ടിയില്ല. ഓ, അപ്പൊ പ്രഷറോ? താങ്ക് യു താങ്ക് യു താങ്ക് യു. നേരാ നേരം മരുന്നും പത്തിയും നോക്കി പട്ടാളം പരിചരിക്കുന്ന ദേഹമായത്. ഓർമ്മ വേണം. എടി, വയസ്സ് നമ്മുടെ കയ്യിലല്ല, പക്ഷേ ആയുസ് അത് കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. അയ്യോ, ക്യാൻസർ തന്നില്ല. വലിച്ചാട്ടേ. വലിപ്പിക്കാൻ വരട്ടെ. എവിടെ എന്റെ മാല? ഞാനത് TVയിൽ കണ്ടു. അമ്പടി കള്ളി. എന്താ ഇത്? മുത്തശ്ശന്റെ തല പോലെ ഉള്ള പൊള്ളയായതുകൊണ്ട് ഇതിന്റെ കച്ചവടം നടന്നില്ല. അപ്പൊ എന്റെ മാലയോ? പാവം, ഏതോ തട്ടാന്റെ ഉമിത്തിയില് അതിപ്പോ വെന്തൊരുക്കുന്നുണ്ടാവും. അമ്പടി, അപ്പൊ നീ അത് വിറ്റല്ലേ? ഞാനിപ്പോ വിളിച്ചു പോവും. ഹലോ. യെസ് സർ, ഞാൻ ലീഗലായി മൂവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. Are you suspecting anyone? Yes sir. Nursing assistant one Mr. Stephen. He's the cheater. I know him. സർവീസിൽ അയാളുടെ പ്രീവിയസ് റെക്കോർഡ്സ് വളരെ മോശമാണ്. Be careful. Okay sir. If you need any official help, call me. Thank you sir. ഹലോ മാഡം, ഞാനാ സ്റ്റീഫൻ. എന്താ மேடம் ஒன்னு மனசு வச்சா இந்த ப்ராப்ளம் சால்வ் பண்ண முடியும். What do you mean? இல்ல, എത്രയാന്ന് വെച്ചാ ഒരു പങ്ക് ആറ് മര്യാദ ഞാൻ എത്തിച്ചോളാം. Idiot.
തന്നെ പോലെ ഒരു ക്രിമിനലിനെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. അങ്ങനെ വാശിയിലാണെങ്കിൽ എനിക്ക് എന്റെ വഴി നോക്കേണ്ടി വരും. സ്റ്റോപ്പ് ഇറ്റ്. എടാ ഡാഷേ, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. നാളെ കാലത്ത് ഷൂട്ടുള്ളതാ. സ്റ്റോറി ബോർഡൊക്കെ റെഡി. ക്യാമറയുമായി നീ അങ്ങോട്ട് വന്നാ മതി. പോടാ. പിന്നെ ആ പരമ ബോർഡുണ്ടല്ലോ ഗോപി, അവനോട് പറഞ്ഞേക്കണം. പോടാ ഡാഷേ. സ്റ്റോപ്പ് ഇറ്റ്. തീന്മേശയിലാണോ നിന്റെ തന്നോന്നിത്തരം? ടേബിൾ മാനസ് അറിയില്ലേ നിനക്ക്? ഇവിടെ ഇപ്പൊ ആണവ കരാറിന്റെ ചർച്ചയൊന്നും അല്ലല്ലോ നടക്കണത്. എന്ത് പറഞ്ഞാലും തർക്കുത്തരം. മിണ്ടാതെ കഴിക്കാൻ നോക്ക്. എന്താ ഇത്? സാമ്പാറ് വേറൊന്നുമില്ല. ഉണ്ടല്ലോ, അവിയൽ, ചീര, ഓലൻ, ഇഞ്ചിക്കറി. ഇതെന്താ എന്നും ഇവിടെ ഇലയും വേറെ പുല്ലും മാത്രം? ഉള്ളത് കഴിച്ചാ മതി. ഭക്ഷണത്തിലും പട്ടാളം ചിട്ട എനിക്ക് വേണ്ടേ. എന്ത് രസമായിട്ടാ കുട്ടി പോണ. തലതെറിച്ചവൾ. കണ്ടില്ലേ വാശി? പെണ്ണാ ഇവള്. നിനക്ക് തെറ്റി. അത് പെണ്ണല്ല, ആണിന്റെ ജന്മ. പിങ്കിന്നല്ല. കോളനിയിലെ പിള്ളേര് വിളിക്കുന്നത് പങ്കെണ്ണ. മോള് കഴിക്ക്. ഇതിവിടെ പുത്തിരിയൊന്നും അല്ലല്ലോ. അസുരഗണം, ദേവഗണം. തീന്മേശയിലല്ല, ശ്വാസം പോയി മരണപ്പായിൽ കിടത്തിയാൽ പോലും ഇവര് തമ്മിൽ ചേരില്ല. എനിക്ക് മതി. എന്നാ പിന്നെ എനിക്കും മതി. അതാ നല്ലത്. അല്ലെങ്കിൽ വേണ്ട. സ്വന്തം മാല നഷ്ടപ്പെട്ടവനെ ഞാൻ. അതിന്റെ ക്ഷീണം എനിക്കുണ്ട്. അത്താഴ പട്ടിണി കിടക്കേണ്ട ഒരു കാര്യമില്ല. എന്നാ കുട്ടിരാമ, നീ ഇത്തിരി പച്ചമോരും എടുത്തേ. പച്ചമോര് നീലമോരും ഒന്നും ഇവിടെ ഇല്ല. വേണമെങ്കിൽ ഇച്ചിരി വെളുത്ത മോര് തരാം. മാല നഷ്ടപ്പെട്ടവനെ ഞാൻ. നീ എന്നെ കൊണ്ട് നിന്റെ കുടൽമാല എടുപ്പിക്കരുത്. അതാ. എടുക്കടാ. കള്ളി, എല്ലാരും ഇവിടെ പട്ടിണി. നീ എവിടെ ഇരുന്ന് ബർഗർ വെട്ടി വിടുന്നു വേണോ? ഇത് വാങ്ങിയോണ്ട് ചുമ്മാ നമ്പർ ഇട്ടല്ലേ. ആ, അതുകൊണ്ട് അമ്മ പട്ടിണിയായി. കിടക്കട്ടെ പട്ടാളൊന്നും പട്ടിണി. എന്തെങ്കിലും ഒരു നല്ല വാക്ക് അമ്മേനോട് പറഞ്ഞിട്ടുണ്ടോ? എല്ലാത്തിനും ഒരു കുറ്റപ്പെടുത്തലോ. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ വഴക്കിടുന്നേ? പിന്നെ സ്നേഹം നിനക്ക് തോന്നുന്നതാ. സത്യം പറഞ്ഞ എന്റെ കാര്യത്തിൽ അമ്മയ്ക്കിപ്പോ വല്ലാത്ത വേവലാതി. കാലത്ത് ആ പട്ടാമ്പിക്കാരെ വിളിച്ചിരുന്നു. എന്റെ ജാതകം ചേരില്ല അത്രേ. നശിച്ചൊരു ചൊവ്വാദോഷം. ഒരു ചൊവ്വയും ബുധനും. അതാ ഞാൻ പറഞ്ഞത്, നമ്മളായിട്ട് ഒരു അടിപൊളി ചെക്കനെ കണ്ടെത്തിയാ ഈ നൂലാമാലകൾ ഒന്നും ഉണ്ടാവില്ലാന്ന്. ഒന്ന് പോടി. അമ്മ മൊത്തം ടെൻഷനിലാ. ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടത്ര. നീ ചെന്ന് അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചു. ഞാൻ അത്രയ്ക്ക് അങ്ങ് താഴ്ന്നു കൊടുക്കണോ? നമ്മുടെ അമ്മയുടെ മുമ്പിലല്ലേ. നീ വാ, നീ വാ. ലക്ഷ്മി, എന്താ നിനക്ക് ഇത്ര ടെൻഷൻ? എന്താ നിനക്ക് പറ്റിയത്? ആരോടാ നീ പണങ്ങിയത്? നമ്മുടെ മോളോടോ? നീ ഒന്ന് സ്മാർട്ടായേ. ലക്ഷ്മി, എന്താ ഇങ്ങനെ നോക്കുന്നത്? പിന്നെ പട്ടാള ഭരണം അങ്ങ് ഹോസ്പിറ്റലില് എന്റെ മക്കളുടെ അടുത്ത് വേണ്ട. മനസ്സിലായോ? എന്നെ കുറിച്ച് ഓർത്ത് എന്റെ അമ്മക്കൊന്ന് ടെൻഷൻ അടിക്കണ്ട. പെണക്കൊന്നുമില്ലാതെ നമുക്ക് മൂന്നുപേർ കൂടി കെട്ടിപ്പിടിച്ച്